ബോളിവുഡ് നടൻ സൽമാൻ ഖാന്റെ മുംബൈയിലെ വീടിന് നേരെ വെടിവയ്പ് നടന്ന സംഭവത്തിൽ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഗുണ്ടാത്തലവൻ ലോറൻസ് ബിഷ്ണോയിയുടെ സഹോദരൻ അൻമോൽ ബിഷ്ണോയി രംഗത്തെത്തി. നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് സംഭവത്തോട് പ്രതികരിച്ച മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സൽമാന്റെ വസതിക്ക് സമീപം സുരക്ഷ വർദ്ധിപ്പിച്ചു. ബോളിവുഡ് നടൻ സൽമാൻ ഖാന്റെ മുംബൈയിലെ ബാന്ദ്രയിലുള്ള വസതിക്ക് നേരെയാണ് വെടിവയ്പുണ്ടായത്. സംഭവത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഗുണ്ടാത്തലവൻ ലോറൻസ് ബിഷ്ണോയിയുടെ സഹോദരൻ അൻമോൽ ബിഷ്ണോയി രംഗത്തെത്തിയിരിക്കുകയാണ്. കുപ്രസിദ്ധ ഗുണ്ടാത്തലവന്മാരായ ഗോൾഡി ബ്രാറിൽ നിന്നും ലോറൻസ് ബിഷ്ണോയിൽ നിന്നും സൽമാൻ ഖാന് നേരത്തെ തന്നെ വധഭീഷണി ഉണ്ടായിരുന്നു. തുടർന്ന് Y+ കാറ്റഗറി സുരക്ഷയാണ് സൽമാൻ ഖാന് സർക്കാർ ഏർപ്പെടുത്തിയത്. ദൗർഭാഗ്യകരമെന്നും നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും സംഭവത്തോട് പ്രതികരിച്ച് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പറഞ്ഞു. सलमान खान के घर के बाहर जो फायरिंग हुई है ये दुर्भाग्यपूर्ण घटना है। पुलिस उसकी जांच कर रहे हैं, उसको तुरंत पकड़ा जाएगा, उसके ऊपर कड़ी कार्रवाई होगी। ये कानून व्यवस्था हाथ में लेने वालों को कभी बख्शा नहीं जाएगा। പുലർച്ചെ 4:45 സൽമാൻ ഖാന്റെ വസതിയായ ഗാലക്സി അപ്പാർട്ട്മെന്റിന് മുൻപിൽ വെടിവയ്പുണ്ടായത്. താരത്തിന്റെ വീടിന് മുൻപിലേക്ക് ബൈക്കിലെത്തിയ 2 പേരാണ് 4 തവണ വെടിയുതിർത്തത്. വിദേശ പിസ്റ്റോളാണ് ഇതിനായി ഉപയോഗിച്ചത്. മുംബൈ പോലീസിന്റെ ക്രൈംബ്രാഞ്ച് വിഭാഗം സംഭവസ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സൽമാൻ ഖാന്റെ വസതിക്ക് സമീപം സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സൽമാൻ ഖാന് പുറമെ പിതാവ് സലീം ഖാനും വധഭീഷണി ഉണ്ടായിരുന്നു. 2024 ഫെബ്രുവരിയിൽ സൽമാൻ ഖാന്റെ Y+ സുരക്ഷയിൽ കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തിയിരുന്നു. സുരക്ഷയുടെ ഭാഗമായി പ്രത്യേക ബുള്ളറ്റ് പ്രൂഫ് വാഹനവും സൽമാൻ ഈയിടെയാണ് സ്വന്തമാക്കിയത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.